ഗോൾ പോസ്റ്റിന് 20 വരെ അകലെ ഹൂലിയൻ അൽവാരസ് ആ ഫ്രീ കിക്കിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങൾ മറന്ന് പലരും എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു. തിബോ കോർട്ടുവ ഗോൾ പോസ്റ്റിന് മുന്നിൽ ചിറക് വിരിച്ച് കാത്തു നിൽപ്പുണ്ട്. അൽവാരസിന്റെ കിക്ക് ആ പ്രതിരോധ മതിലും കടന്ന് ഒരു റോക്കറ്റ് വേഗത്തിൽ പോസ്റ്റിലേക്ക് പാഞ്ഞു. കോർട്ടുവ സർവ്വശക്തിയും എടുത്ത് ചാടി. പക്ഷേ അയാൾക്ക് എത്തിപ്പിടിക്കാനാകുന്നതിലും വേഗത്തിലായിരുന്നു അതിന്റെ സഞ്ചാരം. 17 വർഷങ്ങൾക്ക് ശേഷം മാഡ്രിഡ് ഡെർബിയിൽ ലോസ് ബ്ലാങ്കോസിന്റെ പോസ്റ്റിലേക്ക് ഒരു ഫ്രീ കിക്ക് ഗോൾ എത്തുന്നു. ബാൻഡിറ്റ് ലൈക്ക് അൽവാരസ്. 2008-09 സീസണിൽ പോർച്ചുഗീസ് താരം സിമാവോ സബ്രോസയാണ് അതിനു മുമ്പ് അത്ലറ്റിക്കോ ജേഴ്സിയിൽ റയൽ മാഡ്രിഡിനെതിരെ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിയത്. ആ നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. റയലിനെതിരെ അൽവാരസ് നേടുന്ന 5ാം ഗോളായിരുന്നു അത്. യെസ്, അൽവാരസ് ലവ്സ് ടു സ്കോർ അഗെയിൻസ്റ്റ് ലോസ് ബ്ലാങ്കോസ്. റയലിനെതിരെ വലകുലുക്കുന്നത് ഹോബിയാക്കിയ ഒരു അർജന്റീനക്കാരനുണ്ടായിരുന്നു മുമ്പ് സ്പാനിഷ് മണ്ണിൽ, ലയണൽ ആൻഡ്രേസ് മെസ്സി. 13 വർഷങ്ങൾക്ക് മുമ്പാണ്. 2012-13 ലാലിഗ സീസൺ. ഐക്കർ കസിയസിന്റെ വലയം ഭേദിച്ച് ലയണൽ മെസ്സിയുടെ ഇടംകാലൻ ഫ്രീ കിക്ക് പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് ഊർന്നിറങ്ങി. അബ്സല്യൂട്ട് സ്റ്റണ്ണർ. തൻ്റെ കരിയറിൽ ലോസ് ബ്ലാങ്കോസിനെതിരെ 26 ഗോളുകളും 14 അസിസ്റ്റുകളും കുറിച്ചിട്ടുണ്ട് ലിയോ. സാന്റിയാഗോ ബെർണബ്യൂവിനെ പല കുറി അയാൾ നിശബ്ദമാക്കിയിട്ടുണ്ട്. 25 വയസ്സുണ്ട് ഹൂലിയൻ അൽവാരസിന്. മുന്നിൽ നീണ്ടു പരന്ന് കിടക്കുന്ന കളിക്കാലം. കരിയർ ആരംഭിച്ചത് മുതൽ തുടങ്ങിയ സ്വപ്നസമാനമായ യാത്ര. അയാൾ ഇപ്പോൾ ക്യാമ്പ് നൗവിലേക്കുള്ള വഴിമധ്യയാണ്. ട്രാൻസ്ഫർ വിൻഡോ അടഞ്ഞിട്ട് 1 മാസത്തിലേറെയായി. എന്നാൽ കറ്റാലൻ കൂടാരത്തിൽ അടുത്ത വർഷത്തേക്കുള്ള കരുനീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയുടെ അടുത്ത വർഷത്തെ ഏറ്റവും വലിയ ടാർഗറ്റാണ് അൽവാരസ്. ലോകത്തെ വമ്പൻ ശക്തികൾ പലരും ഭയക്കുന്ന മുന്നേറ്റ നിരയാണിപ്പോൾ ബാഴ്സയുടേത്. കഴിഞ്ഞ വർഷം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ തവണ വലകുലുക്കിയത് അവരാണ്. 102 എണ്ണം പറഞ്ഞ ഗോളുകൾ. എന്നാൽ അടുത്ത സീസണിൽ ഹാൻസി ഫ്ലിക്കിന് തൻ്റെ ടീമിനെ പുതുക്കി പണിക്കേണ്ടത് അനിവാര്യതയായി വരും. 37 വയസ്സായി റോബർട്ട് ലെവൻഡോസ്കിക്ക്. ഈ സീസണിൽ ആകെ 2 മത്സരങ്ങളിലാണ് ലെവൻഡോസ്കി ബാഴ്സക്കായി സ്റ്റാർട്ട് ചെയ്തത്. 90 മിനിറ്റ് പൂർത്തിയാക്കിയത് ഒരേ ഒരു മത്സരത്തിൽ. അടുത്ത സമ്മറോടെ അയാൾ ഏറെക്കുറെ ടീം വിടുമെന്ന് ഉറപ്പാണ്. പോളിഷ് സൂപ്പർ താരത്തിന് പകരക്കാരനെ അന്വേഷിക്കുന്ന ഡെക്കോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അൽവാരസിലാണ്. ആ കൂടുമാറ്റം സാധ്യമായാൽ ബാഴ്സ ആരാധകരെ സംബന്ധിച്ച് അതൊരു ഡ്രീം സൈനിങ് ആയിരിക്കും. ഹാൻസി ഫ്ലിക്കിൻ്റെ ഹൈ പ്രസിംഗ് സിസ്റ്റത്തിലേക്ക് ഏറ്റവും മികച്ച ആഡിംഗ് ആയിരിക്കും അൽവാരസ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. 2024 മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അൽവാരസ് അത്ലറ്റിക്കോക്കൊപ്പം ചേരുന്നത്. 95 മില്യൺ പൗണ്ടിനായിരുന്നു ആ കൂടുമാറ്റം. ഒറ്റ സീസൺ കൊണ്ട് അയാൾ സിമിയോണിയുടെ സിസ്റ്റത്തിലെ നിർണായക കണ്ണിയായി. 23 ഗോളുകൾ ഇതുവരെ അത്ലറ്റിക്കോ ജേഴ്സിയിൽ അൽവാരസ് അടിച്ചുകൂട്ടി കഴിഞ്ഞു. ബാഴ്സയ്ക്കെതിരെ കഴിഞ്ഞ സീസണിൽ 4 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 1 അസിസ്റ്റും തൻ്റെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട് അർജന്റീൻ താരം. കഴിഞ്ഞ മാർച്ചിൽ ബാഴ്സ സൈൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു താരത്തിൻ്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ടീമിലെ സെൻട്രൽ ബാക്ക് പോക്കു ബാഴ്സയുടെ മറുപടി ഹൂലിയൻ അൽവാരസ് എന്നായിരുന്നു. എന്നാൽ 90 മില്യൺ യൂറോയിലധികം മുടക്കേണ്ട ഈ സൈനിങ് ബാഴ്സയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമാണോ? കഴിഞ്ഞ 5ഓളം സീസണുകളിലായി കളിക്കാരെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ബാഴ്സ നേരിടുന്നുണ്ട്. ടീമിലെ സാമ്പത്തിക പ്രതിസന്ധികൾ അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടില്ല എന്ന് ആരാധകർക്ക് നന്നായി അറിയാം. ഈ സീസൺ അവസാനത്തിൽ ബാഴ്സലോണയിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ അൽവാരസിനെ ട്രാൻസ്ഫർ ടാർഗറ്റായി ഉയർത്തിക്കാട്ടി ലപ്പോട്ട വോട്ട് പിടിക്കുമോ എന്ന് കണ്ടറിയണം. അതേസമയം ഹാൻസി ഫ്ലിക്ക് ഈ സീസണിൽ തൻ്റെ മുന്നേറ്റ നിരയിൽ ഫെറാൻ ടോറസിനെ നിരന്തരം പരീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ബാഴ്സ കളിച്ച മുഴുവൻ ലീഗ് മത്സരങ്ങളിലും ടോറസ് ടീമിനായി സ്റ്റാർട്ട് ചെയ്തു. ഇതിനോടകം 4 ഗോളുകളും 1 അസിസ്റ്റും താരം തൻ്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ലെവൻഡോസ്കിക്ക് ടീം നേരത്തെ തന്നെ പകരക്കാരനെ കണ്ടെത്തിക്കഴിഞ്ഞെന്ന് ആരാധകർ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റൂമറുകൾ പലതുമുണ്ട് അന്തരീക്ഷത്തിൽ. ഡെക്കോയുടെ പ്ലാനുകളിൽ അൽവാരസ് ഇപ്പോഴും മുൻപന്തികൾ തന്നെയുണ്ട്. ആ ട്രാൻസ്ഫർ സാധ്യമായാൽ ബാഴ്സയുടെ മുന്നേറ്റ നിരയെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ.